ഹലോ ഗീസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ കടമ്പൂര് പള്ളി കേട്ടോ. നമ്മൾ അത് കൂടെ പരിയാനമ്പറ്റേക്ക് വരുന്ന സമയത്ത് നമ്മൾ കടമ്പൂര് പള്ളി കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. രാവിലെയൊക്കെ എണീറ്റ് ഞങ്ങൾ അമ്പലത്തേക്ക് പോവാണ് കേട്ടോ. പരിയാനമ്പറ്റ കാവിക്ക് പോവാണ്. പരിയാനമ്പറ്റേക്ക് പോകുന്ന വ്യൂസാണ് കേട്ടോ അതൊക്കെ നമ്മൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പരിയാനമ്പറ്റ അമ്പലത്തിൻ്റെ കവാടത്തിലെത്തി. ഞങ്ങൾ നടന്നു പോണ ആ വഴി കൂടെ കേട്ടോ പോവാൻ നിൽക്കുന്നത്. നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോവില്ലേ, ആ ഭാഗത്താണ് കേട്ടോ ഞങ്ങൾ അത് കൂടെയാണ് കേട്ടോ പോയത്. സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകണത് നമുക്കൊരു രസമല്ലേ. അങ്ങനെ ഞങ്ങൾ നടന്നു പോയി. ഏട്ടനും ആദൂട്ടനും കൂടിയിട്ട് അവിടെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. നമ്മുടെ പരിയാനമ്പറ്റ കവാടത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ നടന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ പരിയാനമ്പറ്റ മുകളിൽ പാർക്കിങ്ങിൻ്റെ സ്ഥലത്തെത്തി. ഏട്ടൻ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ മെല്ലെ നടന്നു പോകാമെന്നുള്ള രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വേഗം നടക്കണം, അവിടെ എത്തണ്ടേ പറഞ്ഞിട്ട്. ഇന്ന് ചെറിയ ആളില്ല, ചെറിയ ആൾ അമ്മയുടെ ഒപ്പം നാത്തൂൻ്റെ വീട്ടിൽ പോയിരിക്കുക. അപ്പോൾ ഞങ്ങൾ വലിയ ആളേനെയും കൂട്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പരിയാനമ്പറ്റേക്ക് പോകുന്നത്. ഇപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ സുഖമാണ്, നല്ല സ്പീഡിൽ ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ വരുമ്പോൾ കയറാൻ നല്ല ബുദ്ധിമുട്ടല്ലേ. പക്ഷെ നമുക്കിത് കൂടെ ഇറങ്ങി പോകുമ്പോൾ നല്ലൊരു രസമാണ്. നമുക്ക് മുകളിൽ അങ്ങനെ ഞങ്ങൾ ഓരോ പടിയും ഇറങ്ങി പോയിട്ടോ. അപ്പുറത്ത് കൂടെ വേറെ വഴിയുണ്ട്, നമുക്ക് പിടിച്ച് നടന്ന് പോകാനുള്ള ഒരു കുത്തണ പോലത്തെ ഒരു വഴിയുണ്ട് കേട്ടോ. അത് കൂടെ വേണിച്ചാലും പോവാം. പക്ഷെ ഞങ്ങൾ സ്റ്റെപ്പ് കൂടെ ഇറങ്ങിപ്പോയിട്ടോ. പക്ഷെ നിറയെ കാടും പുല്ലൊക്കെ പിടിച്ചിരിക്കുന്നു. ഇനി പൂരമൊക്കെ ആവുന്ന സമയത്തായിരിക്കും ഒരു പുല്ലൊക്കെ വെട്ടണുണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ നടന്ന് സ്റ്റെപ്പ് ഇറങ്ങി ഞങ്ങൾ അമ്പലത്തിൻ്റെ മുന്നിലെത്താറായി കേട്ടോ. പിന്നെ ഞങ്ങൾ പോയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസമായിരുന്നു, അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെയും വണ്ടി നിറയെ പാർക്കിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുകളിൽ നിറയെ വണ്ടി പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മുകളിൽ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് ഞങ്ങൾ നേരെ താഴത്തേക്ക് നടന്നു. താഴത്ത് നടന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് തൊഴുകാനൊക്കെ. എന്നാലും ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് പോയി തൊഴുതു. പക്ഷെ ആദ്യം ഞങ്ങൾ നേരെ കുളത്തിലേക്കാട്ടോ പോയത്. കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് പോയിട്ട് തൊഴുക എന്ന് പറഞ്ഞ്. ഇപ്പം നമ്മുടെ കുളത്തിൻ്റെ അവിടെയൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് കെട്ടിയിരിക്കുന്നു കേട്ടോ. പണ്ടുള്ള പോലെയൊന്നുമല്ല. ഇപ്പം നമ്മൾ കുളത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ അവിടെ ടൈൽസൊക്കെ ഒട്ടിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല അതുപോലെ തന്നെ വാതിലും കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങൾ ഗേൾസിൻ്റെ അവിടെ പോയിട്ട് കാലും കൈയൊക്കെ കഴുകി എന്നിട്ട് ഞങ്ങൾ വന്നു. അത് കഴിഞ്ഞ ശേഷം നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ ചുറ്റുപാടുള്ള വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോവുക. അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ ചന്ദനം മേടിക്കാനും തൊഴുകാനും ഒക്കെ നല്ല തിരക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്നു പോയി. ആദ്യം പോയി തൊഴുതു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ചന്ദനമൊക്കെ മേടിച്ച് ചുറ്റമ്പലത്തിൽ കൂടെയൊക്കെ ചുറ്റി നടന്നു. പിന്നെ ഞങ്ങൾ തൊഴുകലൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും സ്റ്റെപ്പ് കയറാണ് കേട്ടോ. ഇറങ്ങുമ്പോൾ ചാടി കയറി, പക്ഷെ പോകുമ്പോൾ മെല്ലെ അവൻ അത് കൂടെ കയറാൻ നിന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി സ്റ്റെപ്പ് കൂടെ കയറി ഞങ്ങളങ്ങനെ മുകളിലെത്തി കുറച്ച് നേരം വിശ്രമിക്കുകയൊക്കെ ചെയ്ത് ആൽമരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്ത് എന്നിട്ട് ഞങ്ങൾ വണ്ടി എടുത്തത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.